മഹാഗണപതി മോനെ കൊട്ടിശങ്കര തമ്പ്രാട്ടി ഇപ്പൊ കൊണ്ടുവരും ശർക്കര. വായ്പാടാ പുറകെ ഉണ്ട്. കേറുന്നില്ലാനെ. വായ്പാടം കൊടുത്തോളൂ, പേടിക്കണ്ട. പേടിയൊന്നും പോറ്റിക്കുഞ്ഞേ, പോറ്റിക്കുഞ്ഞേ വരുന്നു. എടോ ഇടയ്ക്ക് താൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഇടയൊന്ന് തടയരുത്. എന്തിനാ എടോ കൊല കൊല? അതിപ്പോ നടക്കും. അതല്ലേ ഇത് വരുന്നേ. കുട്ടിശങ്കര, നിവേദ്യം താമസിക്കാൻ കാരണം ഈ ഇടയ്ക്കയാ. മന്ത്രം ചൊല്ലുന്ന നാവ് കൊണ്ട് കള്ളം പറയാതോ പോറ്റി. വല്യംപുരട്ടി ഞാൻ മതി മതി നിർത്ത്. ഇയാളിത് എവിടെ പോയി കിടക്കായി പോറ്റി? എടാ പോറ്റി. ആധാരേ പ്രഥമേ സഹസ്രകിരണം താരാധമം ശ്വാസേ. തെക്ക് വടക്ക് നടന്നുകൊണ്ടാണോടോ മന്ത്രം ചൊല്ലുന്നേ? അല്ല, ഞാൻ കിഴക്കുവശത്ത് നിൽക്കായിരുന്നു. മാഹേയും മണിപൂരകെ ഹൃതിബുധം കണ്ടേജ വാചസ്പതിയും പ്രസാദം. ഇതാ ചായ. അപ്പാ, മണി 7 കഴിഞ്ഞെന്റെ കുട്ടിയെ. ഗുഡ് മോർണിംഗ്. പായിപ്പാടാ, എന്തോ അനിയൻകുട്ടൻ എത്തിയില്ലേ? ഇതുവരെ എത്തിയില്ലേ? കൊതുകേ വരുന്നെണ്ണ. എന്താ വിളിച്ചത്? എവിടെ പോയിരിക്കുന്നടാ കൊതുകെ? ചൂടല്ലേ. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ഇനി എന്നെ കൊതുകെന്ന് വിളിച്ചാലുണ്ടല്ലോ. അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഭ്രാന്ത് മുഴുവൻ മാറിയില്ലേ? പട്ട് മാറിയിട്ടും കൊതുകെന്ന് വിളിച്ചാ എനിക്കത് ക്ഷീണമല്ലേ? ക്ഷീണം. ക്ഷീണമല്ല, ക്ഷീണം. ക്ഷീണം. നാക്ക് പഠിക്കണം. ശരി. എവിടെ പോന്നു? നാക്ക് പഠിക്കാൻ. വലിയ കാൾലൂസ് ആണെന്ന വിചാരം. അനുജിത, എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടേ. എന്നെ കൊണ്ടാവില്ല ഇങ്ങനെ ഇവിടെ വന്ന് കുറ്റിയടിച്ച് നിൽക്കാൻ. ഒന്ന് അകത്ത് വന്ന് കഴിച്ചിട്ട് പോയിക്കൂടെ? ഒരു ഓട്ടക്കാരൻ കുന്തം. അമ്മേ, ഒന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. നീ വെറുതെ കുഞ്ഞിനെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. എത്ര നേരം വെച്ചാ ഇങ്ങനെ കാത്തു നിൽക്ക? ഇനി 5 അല്ലെങ്കിൽ 10 വരെ ഞാൻ എണ്ണും. അതിനകം വന്നില്ലെങ്കിൽ ഈ മുട്ടയും പാലും നാഗര സങ്കല്പിച്ച് ഈ നടക്ക് തന്നെ അഭിഷേകം ചെയ്യും. പുണ്യം കിട്ടുമല്ലോ. 1 2 3 4 5 6 7 7 8 8 9 9 10 എത്തി. என்ன அன்பு பாருண்ணா. எவ்வளவு நேரமா பாலும் முட்டையும் வச்சு வெயிட் பண்ணிட்டு இருக்கு. നിന്റെ തമിഴ് എന്നോട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണം. ക്ഷമിക്കണം എന്നല്ല, ക്ഷമിക്കണം. 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 പറ. പഴം എന്ന് പറ. പഴം. 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 വഴിന്ന് പറ. വേണ്ട 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 വേണ്ട. യാ രാ ലാ വാ ഷാ ഷാ സാ ഹ പറ. യാ രാ ലാ വാ ഷാ 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 ഷാ. ഈ മുട്ട കഴിച്ചിട്ട് പറഞ്ഞു നോക്കിയാൽ ശരിയാവും. ഗുഡ് മോർണിംഗ്. ഞാൻ ഈ മുട്ട ഇടാ പറഞ്ഞ ഗുഡ് മോർണിംഗ് മുട്ട. എത്ര നേരായിട്ട് ഞാൻ ഇവിടെ കാത്തു നിൽക്കാന്നറിയോ? പാല് തണുത്തു, ചൂടാക്കണോ? നീ വെറുതെ ചൂടാകേണ്ട സുധു. ഞാൻ രാവിലെ തന്നെ ചൂടായി നിൽക്കുകയാണ്. നിനക്കറിയാമല്ലോ, നീ വലിയ സുദർശനാണെങ്കിലേ ഞാൻ അഗ്നിദേവനാണ്. എന്നെ തൊട്ടാ പൊള്ളും. വേണേ തൊട്ടുനോക്ക്, പൊള്ളും. ഞാൻ വെറുതെ പാല് കുടിച്ചാൽ മതി, അകത്ത് കിടന്ന് തിളച്ചോളും. അപ്പൊ അണ്ണയും മുട്ട ചുമ്മാ തിന്നാ മതിയല്ലോ, വയറ്റി കിടന്ന് ആംപ്ലേറ്റ് ആയിക്കോളും. ഇവന് കുറച്ച് കൂടുന്നുണ്ട്. നീ ഇത് പറ. സുരലല്ല നാതൂം യോത്തര നൃത്യരതേ കൃതകുകുതോ കുകുതോ ഗടധാതിക താള കുതൂഹല ഗാനരതേ ദുഗുകുതു ദുഃഖട ധിമി ധിമി ധദ്വനി ധീരമർദംഗനി നാദരതേ പറ. പറയടാ.
രഘുപതി രാഘവ രാജാറാം പതിയുടെ പാവന സീതാറാം. ഓടല്ലേ? ഞാൻ ഈ മുട്ടയുടെ തെറിയിൽ നിന്ന് അവിടെ നിൽക്ക്. അവിടെ പിടി. കുഞ്ഞാനെ പിടി. നിക്ക്. അവിടെ നിൽക്ക്. എന്താ ഇത് അനിയൻകുട്ടാ? മോനെ ഉവാവ് വരാതിരിക്കാൻ ഈ കൊച്ചു കവിളൊരു ഉമ്മ വന്നേ. ഉവ്വാവ് വരാതിരിക്കണമെങ്കിൽ കറക്കം കുറയ്ക്കണം നിന്റെ. ഒരുമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ തല കുണിച്ചത്, അല്ല തലേ കയറാനല്ല. ഒറ്റ ഇടി വെച്ചെന്നാണ്ടല്ലോ. ആ എന്റെ സ്വഭാവം മാറ്റില്ലേ? കറങ്ങി നടക്കുന്ന പോലും. ഞാൻ കറങ്ങി നടന്നാലേ നമ്മുടെ മലയാള ശബ്ദം പത്രം ഇറങ്ങൂ. വിശ്വലക്ഷ്മി തമ്പുരാട്ടി. ഞാൻ കൈകാര്യം ചെയ്യുന്ന എന്റെ നാട് എന്ന കോളത്തിന്റെ റീഡർഷിപ്പ് എത്രയാണെന്ന് മുത്തശ്ശിക്ക് അറിയോ? അറിഞ്ഞു. ആ എനിക്കറിയാം. ആ പത്രങ്ങളിൽ വരുന്ന പ്രതികരണങ്ങൾ വായിക്കാറുണ്ടോ? ഞാൻ വായിക്കാറുണ്ട്. എന്റെ നാട് കോളം ശക്തമാവുന്നുണ്ട്, പൂർവാധികം ശക്തമാവുന്നുണ്ട്. കാര്യം പറയുന്നതിന്റെ ഇടയിലാണ് കാല് പിടിക്കുന്ന ഇഡിയറ്റ്. ഞാൻ മുത്തശ്ശിയുടെ കാല് പിടിക്കുന്ന അനിയൻചേട്ടൻ എന്താ വലിയ ആള്? മുത്തശ്ശി, ഈ ആഴ്ചത്തെ വനിതാ പങ്ക്തി എങ്ങനെയുണ്ട്? പോരാ. ഒരു വായനക്കാരന്റെ പ്രതികരണമാണ്. സ്ത്രീ വിമോചനത്തെ പറ്റി ഞാൻ എഴുതിയത് ഒരു നല്ല ലേഖനായിരുന്നില്ലേ മുത്തശ്ശി? അല്ല, ചോദിച്ചില്ല. ഇത് വേറൊരു വായനക്കാരന്റെ പ്രതികരണമാണ്. ഒരു വായനക്കാരിയോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ പ്രതികരണം അറിഞ്ഞാ മതി. പോരാ മോളെ. മുത്തശ്ശി പോരാ മോളെ എന്നല്ല, തീരെ പോരാ മോളെ. വളരെ മോശം. എടി കാലുപിടുത്തക്കാരി, നീ ഈ എഴുത്തുപുര വീട്ടിലെ ഒരു അംഗമായി പോയതുകൊണ്ടും മരിച്ചുപോയ എന്റെ ഒരേ ഒരു അമ്മാവൻ ഗോദവർമ്മ തമ്പുരാന്റെ മകളായി പോയതുകൊണ്ടും ഈ പത്രത്തിന്റെ പത്രാധിപർ, അതായത് എന്റെ അച്ഛൻ, ആ ബന്ധത്തിൽ നിന്റെ അമ്മാവനായി പോയതുകൊണ്ടും മലയാള ശബ്ദം പത്രം നമ്മുടേതായി പോയതുകൊണ്ടും ആയിപ്പോയതല്ല. ആയതുകൊണ്ട് മാത്രമാണ് നിന്റെ ഈ ചവർ ആശയങ്ങൾ ഇതിൽ അച്ചടിച്ചു വരുന്നത്. മേലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള സമ്പ്രദായങ്ങളിലേക്ക് കടക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ ഒരൊറ്റ ചവർ സാരം ഞാൻ ഇതിലെടുപ്പിക്കില്ല. രാജിവെക്കും. അതിന് നിന്നെ ആരാ അപ്പോയിന്റ് ചെയ്തത്? പിന്നല്ലേ രാജിവെക്കുന്നത്? അനിയൻകുട്ടാ, ആ അച്ഛാ, ഞാനിപ്പോ കുറെ നാളായിട്ട് ഇവക്ക് ഞാൻ എന്താ CM-ന്റെ പ്രസ് കോൺഫറൻസ് എപ്പോഴാ? ഉച്ചയ്ക്ക് 2 മണിക്ക്. അല്ലപ്പെട്ട അത് ജേക്കബ് അറ്റൻഡ് ചെയ്തു വെച്ചാ. ജേക്കബ് ഒന്നും അറ്റൻഡ് ചെയ്താ പോരാ, അത് നീ തന്നെ അറ്റൻഡ് ചെയ്യണം. ആ, അനാവശ്യമായ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാറില്ല. അനാവശ്യമൊന്നും അങ്ങേക്കല്ലേ തോന്നുന്നത്? ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, ഈ നാട്ടിലെ ജനങ്ങൾക്ക് തോന്നുന്നു. ജനങ്ങളുടെ ആവശ്യം സർക്കാരിന്റെ കണ്ണിൽ അനാവശ്യമാകുന്നതാണ് അങ്ങയുടെ ഭരണത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം. നിഷേധിക്കാൻ പറ്റുമോ? മിസ്റ്റർ രവിവർമ്മ വളരെ അജിറ്റേറ്റഡ് ആണല്ലോ. രവിവർമ്മ അല്ല, എന്റെ സൊസൈറ്റി ഈസ് അജിറ്റേറ്റഡ്. യു കനോട്ട് ജസ്റ്റ് സിംപ്ലി റൂൾ ഔട്ട് പബ്ലിക് ഒപ്പീനിയൻസ്. നമുക്കിവിടെ നിർത്താം അല്ലേ? ഒരു മുത്തശ്ശിയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അച്ഛനെ അന്വേഷിച്ചായി പറയും. ഓക്കെ.